അപ്പോൾ അവർ തമ്മിൽ തന്നെ ഒരു വ്യക്തമായ തീരുമാനം ഇത് ഇല്ലെന്നല്ലേ അർത്ഥം. അപ്പോൾ അബൂബക്കർ പറഞ്ഞു ഇതുവരെ ഇപ്പം അതേ സച്ചിദാനന്ദൻ പറഞ്ഞു അഡ്വാനാണ് പാടെ ഇട്ടു എന്ന് പറയും. ഇത് ഏതാ സത്യം? ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമാണോ? അതിൽ അങ്ങേ കരുവാക്കിയതായിട്ടാണോ? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. കാരണം എന്നെ സംബന്ധിച്ചോളം ഇനി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി എൻ്റെ നാട്ടുകാരനായ സജി ചെറിയാൻ നിർബന്ധിച്ചാലും ഞാൻ ഈ കേരളഗാനം ഈ പാട്ട് കൊടുക്കുകയില്ല, വേറെ പാട്ട് ഇത് കൊടുക്കുകയില്ല, ഉറപ്പാണ്. ഈ പാട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഇത് ക്ലിഷയാണോ അല്ലയോ എന്ന് ജനങ്ങൾ തീരുമാനിക്കും, 10,000-കണക്കിന് ജനങ്ങൾ. ഇപ്പോൾ തന്നെ എൻ്റെ പോസ്റ്റ് നോക്കുക, ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എൻ്റെ ഈ പോസ്റ്റ് എത്രയാണ്? 3000-ഓളം ആളുകൾ ലൈക്ക് ചെയ്തു. സച്ചിദാനന്ദൻ്റെ ഒരു പോസ്റ്റ് എത്ര പേര് ലൈക്ക് ചെയ്യുന്നു നോക്കണം. 100 പേരുണ്ടാവില്ല, 48-50 പേര് ലൈക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരാണ് ജനകീയ എന്നുള്ളത് ജനങ്ങൾക്കറിയാം. ശ്രീകുമാരൻ തമ്പിയാണോ സച്ചിദാനന്ദനാണോ ജനകീയ കവി എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കും. അതിൽ തെളിവ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ്. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഞാനിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ എത്ര പേര് ലൈക്ക് ചെയ്യുന്നു, എത്ര കമൻറ്റുകൾ വന്നിട്ടുണ്ട്? 700-ഓളം കമൻറ്റുകൾ വന്നിട്ടുണ്ട്. 700-ഓളം കമൻറ്റുകളിൽ ഒരാളാണ് പിന്നെ അബൂബക്കർ മുമ്പിൽ താൻ ആരാണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അബൂബക്കർ മുമ്പിൽ ശ്രീകുമാരൻ തമ്പി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അത് വേറെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായിരുന്നു, കമ്മ്യൂണിസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് വിരോധിയൊന്നുമല്ല. എൻ്റെ ചേട്ടൻ ഹരിപ്പാട് മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് സ്ഥാനത്ത് മത്സരിച്ചാളാണ്. ഞങ്ങളൊന്നും ഇടതുപക്ഷത്തിൻ്റെ സത്യങ്ങളൊന്നുമല്ല. അതുകൊണ്ട് അത് എന്നെ സംബന്ധിച്ചോളം ഇത് രാഷ്ട്രീയമൊന്നുമില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ സത്യം പറയാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഇപ്പോൾ സച്ചിദാനന്ദ ഒരു കവിത എഴുതി, മുസ്ലിം എന്നൊരു കവിത എഴുതി. മുസ്ലിമിന് ഇന്ത്യയിൽ ജീവിക്കാൻ നിവൃത്തിയില്ല. സത്യമാട്ടത്. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന കുഞ്ഞാലിക്കുട്ടിയുടെ മുഖം. കുഞ്ഞാലിക്കുട്ടിക്ക് കേരളത്തിൽ ജീവിക്കാനാവാത്ത അവസ്ഥയുണ്ട്. കുഞ്ഞാലിക്കുട്ടി കേരളം ഭരിക്കുന്ന ആളാണ്. UDF ആയ സമയത്ത് ഉമ്മൻചാണ്ടി ഉള്ള കാലത്ത് പോലും മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന ആൾ കുഞ്ഞാലിക്കുട്ടിയാണ്. അപ്പോൾ മുസ്ലിമിന് ഇന്ത്യയിൽ ജീവിക്കാൻ അവസ്ഥയില്ലെന്ന മാതിരി ഒരു കവിത എഴുതുക. ഷാർജയിൽ നടന്ന കവി സമ്മേളനത്തിൽ ആ കവിതനെ ഏറ്റെടുത്ത് പറയുന്നത് മുസ്ലിങ്ങൾ കൂടുതൽ സ്ഥലമാണ് ഗൾഫ്. ആ കവിതനെ ഏറ്റെടുത്ത് പറയുക. അത് അങ്ങനെയുള്ള ഈ വളഞ്ഞ വഴിയൊന്നും എനിക്കില്ല. ഞാൻ സ്ട്രെയിറ്റായിട്ട് പോകുന്ന ആൾ. എല്ലാവർക്കും അറിയാം ഞാൻ നേരെ പോകുന്ന വരിക്കാരനാണ്. എനിക്ക് നേരെയുള്ളത് പറയും. ഇല്ല, അദ്ദേഹം ആവശ്യപ്പെട്ടാലും ഈ പാട്ട് ഇനി കൊടുക്കുന്ന പ്രശ്നമില്ല, വേറെ പാട്ട് കൊടുക്കുന്ന പ്രശ്നമില്ല. എനിക്ക് സാഹിത്യക്കാരുമായിട്ട് ബന്ധമില്ല. തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട്. അത് കാരണം സാഹിത്യ അക്കാദമി എന്ന് ഞാൻ ഇപ്പോഴത്തെ മാത്രമല്ല, ഈ അവാർഡുകളെ കുറിച്ച് സാർ ഇപ്പോൾ വള്ളത്തോൾ അവാർഡ് കിട്ടി, ഓടക്കുഴൽ അവാർഡ് കിട്ടി, പിന്നെ കുമാരനാശാൻ സ്മാരക അവാർഡ് കിട്ടി, പാലാനാഥൻ അവാർഡ് കിട്ടി, പിന്നെ ബാലാവണ്യം അവാർഡ്. ഇങ്ങനെ കവികളുടെ പേരിലുള്ള മുഴുവൻ കവികളുടെ അവാർഡ് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടില്ല. ആണ് അക്കാദമിക്കെതിരെ ശക്തി. അത് ഈ അക്കാദമിക്കെതിരെ ഏറ്റവും എതിരായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശക്തി സച്ചിദാനന്ദൻ, അബൂബക്കർ കൂട്ടുകെട്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ. വേറെ ആരും സാഹിത്യ അക്കാദമിക്ക് എതിരല്ല. സാഹിത്യ അക്കാദമി എങ്ങനെയെങ്കിലും ആരെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഈ രണ്ടുപേര് ചേർന്ന ഒരു അച്യുതൻ്റെ കക്ഷിയാണ് ഇപ്പോൾ സാഹിത്യ അക്കാദമി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹരിനാരായണൻ്റെ പാട്ടെടുത്തു, ശ്രീകുമാരൻ്റെ വരികൾ ക്ലീശയാണെന്ന് സച്ചിദാനന്ദൻ പറയുന്നു. അതേസമയത്ത് ഈ തീരുമാനമായിട്ടില്ലെന്ന് അബൂബക്കർ പറയുന്നു. അപ്പോൾ അത് വ്യക്തമാണല്ലോ. അവർക്ക് തന്നെ ഒരു വ്യക്തമായ അഭിപ്രായം, രണ്ടുപേരുടെ അഭിപ്രായം രണ്ടു തരത്തിലാണ് എന്ന് പറയുമ്പോൾ തന്നെ സാഹിത്യ അക്കാദമി എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് മനസ്സിലാകും.